ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണതേ നമ്മളുടെ വീട്ടിലെ സ്ത്രീകളെ രാത്രി കാലങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോരണം. ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതിനേട്ടോ. ആ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാത്തവർക്കൊന്ന് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പാലിച്ചു പോരുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കുക. ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ചെയ്തു നോക്കാം. ദോഷം ഒരിക്കലും വരില്ല. നമ്മളെ വീട്ടിലേക്ക് സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാം വരും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. നമ്മളെ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോണതും. പുരുഷൻ സമ്പാദിച്ചു കൊടുന്നാലും അത് സ്ത്രീകളുടെ കയ്യിൽ കൂടെയാണ് ചെലവാക്കണതും എല്ലാം അല്ലേ. അപ്പം അതിലൊക്കെ നമ്മൾക്കും വേണം ഒരു ചില കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കാര്യങ്ങൾ പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് കഴിഞ്ഞാൽ നമ്മൾ അത്താഴം കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞു പോണത്. അപ്പോൾ നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാത്രങ്ങൾ മുഴുവനും മൂറി തുടച്ച് കമിഴ്ത്തി വെക്കുന്ന ചില പാരമ്പര്യമാണ് ഇപ്പോൾ വീടുകളിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ചോറ് ഒരു ബൗളിൽ ഒരു ചെറിയൊരു കുട്ടിക്ക് കഴിക്കാനുള്ള ചോറെങ്കിൽ നമ്മളൊരു ചട്ടുകം ആദ്യം നമ്മൾ മാറ്റി വെക്കണം. അതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളവും വെച്ച് അടച്ചു വെക്കണം. പണ്ട് നമ്മളുടെ വീട്ടിലെ അമ്മമാർ പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾ കേട്ടിട്ടില്ലേ? വെച്ചടച്ചോ നിങ്ങൾ കുട്ടികളെ എന്ന് ചോദിക്കും. മോളെ വെച്ചടച്ചോ അമ്മ ചോദിക്കാറുണ്ട്. അപ്പോൾ വെച്ചടച്ചോ എന്ന് ചോദിക്കണതിൻ്റെ കാര്യം കുറച്ച് ചോറ് മാറ്റി വെച്ച് അരച്ചു വെച്ചോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അങ്ങനെ ചെയ്തു പോന്നിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഭക്ഷണം കഴിയുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ, ഇനിയിപ്പോൾ ആദ്യം എടുത്തു വെക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കഴിച്ചു കഴിഞ്ഞാലും ഒരു ബൗളിൽ ഒരു ലേശം ചോറ് മാറ്റി അടച്ചു വെക്കുക. അതിൻ്റെ അടുത്തൊരു ഗ്ലാസ് വെള്ളവും. അതെന്താ വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ അച്ഛനമ്മമാരൊക്കെ മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളെ ദേവതകളൊക്കെ രാത്രികളിൽ നമ്മളെ വീട്ടിലൊക്കെ വന്ന് കയറി ഇറങ്ങുന്നുണ്ട് അത്ര. അതൊക്കെ നമ്മളുടെ വിശ്വാസമാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ വെള്ളം ദാഹിച്ച് വരുന്നവരുണ്ടാവും, വിശന്ന് വരുന്നവരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അവർക്ക് കഴിക്കാൻ വെച്ചിട്ട് ചിലവർ ചപ്പാത്തിയാണ് കഴിക്കുക. എങ്കിലും ഒരു ചപ്പാത്തി നിങ്ങൾ മാറ്റി വെക്കാൻ ഒരു ഗ്ലാസ് വെള്ളവും, ചായയും കാപ്പിയും ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളവും ഒരു ചപ്പാത്തിയോ ഒരു ദോശയോ ഒരു ഇഡ്ഡലിയോ അല്ല ഒരു പിടി ചോറോ മാറ്റി വെക്കുക. ഒന്നാമത്തെ കാര്യം അതാണ് വേണ്ടത്. പിന്നെ എന്താ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീടുകളിൽ കാര്യമായിട്ടും സർവന്റുമാരെ വെച്ചിട്ടാണ് എല്ലാവരും അല്ലെ പാത്രം കഴുകണത്. സാധാരണക്കാരൻ നമ്മൾ പാവങ്ങളുടെ വീട്ടിൽ മാത്രമേ നമ്മൾ പാത്രം കഴുകുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ നമ്മൾ അന്നന്നത്തെ പാത്രം കഴുകി കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അല്ലാത്തവർ ഒന്നിച്ചിട്ട് ഇച്ചിൽ പാത്രങ്ങൾ സിങ്കിൽ കൂട്ടി വെച്ചിട്ടുണ്ടാവും ഇല്ലേ. അത് വലിയൊരു ദോഷമാണ്. നമുക്ക് പാത്രം കഴുകാനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നോ കുറച്ച് വെള്ളം അതിൽ നിറച്ച് വെക്കുക. മനസ്സിലായല്ലോ? കുറച്ച് വെള്ളം അതിലൊക്കെ പാർന്ന് വെക്കുക. എങ്കിലും അത് കുറച്ചൊക്കെ ശുദ്ധമായ പോലെയാണ് കേട്ടോ. നമുക്ക് മുഴുവൻ കഴുകാനൊന്നും വയസ്സായവരാവും, ചിലപ്പോൾ ആളുകൾ ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ ചെയ്തോളൂ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട, പാത്രങ്ങൾ നമ്മൾ വെള്ളം പാർന്നെങ്കിലും ഇടാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ത് കഴിഞ്ഞാലേ, നമ്മൾ സന്ധ്യ കഴിഞ്ഞുണ്ടല്ലോ ആൾക്കാർ ജോലിക്കാരായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും വാഷിംഗ് മെഷീനിലാണ് തുണി തിരുമ്പണം വെച്ചാൽ നമ്മൾ തിരുമ്പി തോരിട്ട് കഴിഞ്ഞാൽ വെള്ളം വല്ലാതെ ഒറ്റിച്ചാടുന്നില്ല. അത് അത്ര ദോഷം ഇല്ല. പക്ഷേ സത്യത്തിൽ നമ്മൾ കൈകൊണ്ടൊക്കെയാണ് തിരുമ്പണമെങ്കിൽ തുണിയിലെ വെള്ളം മുഴുവനായിട്ട് പോവില്ല. ബനിയൻ ക്ലോത്ത് തുണികളിൽ നിന്നൊക്കെ ഒറ്റി ചാടും. അപ്പൊ നമ്മൾ സന്ധ്യ കഴിഞ്ഞാൽ വെള്ളം, പകല് തിരുമ്പണോണ്ട് കുഴപ്പമില്ല കേട്ടോ, എങ്ങനെ വേണേലും തിരുമ്പാം. സന്ധ്യ കഴിഞ്ഞാൽ നമ്മളെ തുണിയിൽ നിന്ന് വെള്ളം ഒറ്റി ചാടുന്ന വിധത്തിലുള്ള ഒരു തിരുമ്പലും തുണി തൂക്കലും ഒക്കെ നമ്മൾ പറ്റ നിർത്തി വെക്കണം. അത് നമ്മളെ വീട്ടിലെ പണം ഒഴുകി പോവും. അറിയാലോ, പണം ഒഴുകി പോവും, ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ വെള്ളം ഒറ്റിച്ചാടാൻ നോക്കണം. അതേപോലെ കേട്ടോ നമ്മളെ പൈപ്പില് നമ്മളെ ടാപ്പൊക്കെ ചിലവരെ കേട് വന്നിട്ടുണ്ടാവും. ഒറ്റി ബാത്റൂമിലും പഴയ സിങ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഒറ്റിച്ചാടുന്ന വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അത് പിന്നീടാവാൻ നേരേക്കാൻ കഷ്ടം. കാരണം നിലത്തേക്ക് ഒറ്റുന്നില്ല, അത് സിങ്കിൻ്റെ ഉള്ളിലേക്കല്ലേ എന്ന് കരുതിയിട്ട് നമ്മളുണ്ടല്ലോ ആ പാത്രം, നമ്മൾ ആ സിങ്കിലെ വെള്ളം നമ്മൾ പെട്ടെന്ന് അത് ഒറ്റിച്ചാടൽ നിർത്താതിരിക്കണം. ഒന്നുമില്ലെങ്കിൽ അതിലേക്കുള്ള വെള്ളം കണക്ഷനെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിടണം കേട്ടോ. ഒറ്റി ചാടരുത്. കാരണം നമ്മളെ ധനം ഏതെങ്കിലും വഴി കൂടെ ഒഴുകിപ്പോവും, അറിയാം. അപ്പോൾ അത് അറിയാതെ പോലും ആ തെറ്റ് നിങ്ങൾ ആരും ചെയ്യരുത്. കണ്ടല്ലോ. അപ്പോൾ ഈ മൂന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നാലാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, രാത്രി കിച്ചൺ സിങ്കൊക്കെ നന്നായി തുടയ്ക്കുക. അവര് എന്താ വെച്ചാൽ ഈ ബനിയൻ ക്ലോത്ത് തുണി വൃത്തിയാവാൻ അതാണ് നല്ല വിചാരിച്ചിട്ട് അതുകൊണ്ടാട്ടോ നമ്മൾ കാര്യമായിട്ട് ഈ കുറച്ച് പഴകിയ തോർത്ത് ടർക്കി ടവലോളം അങ്ങനത്തെ കൊണ്ടൊക്കെ തുടയ്ക്കണത്. അത് അവർ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ ആ സിങ്കിൽ ഒന്നാൻ കുത്തി തിരുമ്പി അവിടെ ഒലുമ്പി തോരിടും. അതിങ്ങനെ ഒറ്റി നിലത്തേക്കോ സിങ്കിലേക്കോ എവിടേക്കെങ്കിലും വെള്ളം അതൊന്നും ഒറ്റിച്ചാടുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ പകൽ സമയത്ത് ആ തുണി തിരുമ്പി വിരിച്ചിടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ
രാത്രിയാണെങ്കിൽ അത് തിരുമ്പാതിരിക്കണതാവും ഏറ്റവും ഉചിതം. മനസ്സിലായല്ലോ? വാഷിംഗ് മെഷീനിലൊന്നും ഇപ്പം അത് നമ്മൾ തിരുമ്പില്ല. അതുകൊണ്ട് ആ ദോഷം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. ദാരിദ്ര്യം വിളിച്ചു വരുത്തും തന്നെയാണ് അതിൻ്റെ ഫലം കേട്ടോ. പിന്നെ നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ കിടക്കണ റൂമിൽ നമ്മൾ അന്നന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെറിയൊരു ബൗളിൽ നമ്മളെ കല്ലുപ്പ് കൊണ്ടുപോയിട്ട് നമ്മളെ റൂമിൻ്റെ ഒരു മൂലയിൽ വെച്ചാൽ മതി, ഒരു ചെറിയ ബൗളിൽ. അപ്പോൾ എല്ലാ ബെഡ്റൂമുകളിലും അത് വെക്കണം. കാരണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ ഉണ്ടാവും ചില വീട്ടിലല്ലേ. ലഹളകൾ കൂടുക, കാര്യമില്ലാതെ വഴക്കടിക്കുക, അതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഇങ്ങനെ വീട്ടിൽ തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ നമ്മളെ വീട്ടിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവാക്കി എടുക്കാൻ നമ്മളെ കല്ലുപ്പിനെ കൊണ്ട് സാധിക്കും. പോസിറ്റീവ് വന്നു ചേരും, നമ്മളെ നെഗറ്റീവ് എല്ലാം പോയി കിട്ടും. അപ്പം നമ്മൾ എല്ലാ ബെഡ്റൂമിലും ഓരോ കുഞ്ഞു ബൗളിൽ ഒരു ലേശ കല്ലുപ്പ് കൊടുന്ന് വെക്കുക. നിറച്ച് ചെറിയ ബൗളിൽ മതി. അത് രാവിലെ നമ്മൾ സിങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണ്ട് വിടാം, ഒരു കുഴപ്പമില്ല. ചവിട്ടരുത് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെള്ളം പറന്നിട്ട് അത് ഇടാം. അപ്പൊ പറന്നിട്ടാണ്ട് ഒഴുക്കി കളയാം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നിസ്സാരമായിട്ട് കരുതണം ഒരു കാര്യം കേട്ടോ. നമ്മളെ പൂമുഖവാതിലിന്റെ നേരിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ ചിലപ്പോൾ പുരുഷന്മാരുണ്ടാവില്ല, സ്ത്രീകളുടെ ധൈര്യം കാണിക്കാൻ സ്ത്രീകള് ഒരു പുരുഷന്റെ ഒരു ജോഡി ചെരുപ്പ് അവിടെ കയറണോർത്ത് എല്ലാവരും കാണട്ടെ വെച്ചിട്ട് വെക്കുകയാണ്. അവിടെ ഒരു പുരുഷൻ ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യണത്. അല്ലാത്തവരും കൂട്ടിയിരുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ പ്രധാന വാതിലിൽ നിന്ന് ഒരു ഊരാൻ ഒഴിവില്ലാതെ അവർ അകത്തേക്ക് മണ്ടി കയറും. അപ്പൊ നമ്മൾ രാത്രി കിടക്കാൻ സമയത്ത് സന്ധ്യ സമയത്ത് തന്നെ അമ്മമാരെ ശ്രദ്ധിക്കണം. നമ്മൾ അതൊക്കെ ഒരു കാണാത്ത ഭാഗത്ത് പെട്ടെന്ന് നമ്മൾ ഉമ്മർത്തവാതിൽ രാവിലെ തുറക്കണ സമയത്ത് ഈ ചെരുപ്പ് കണി കാണാൻ തീരെ പറ്റില്ല. അപ്പൊ നമ്മൾ ചെരുപ്പ് കാണാത്തൊരു ഭാഗത്തേക്ക് നമ്മൾ ചെരുപ്പ് വലിച്ചെറിയണമെന്നില്ല. അതിന് പ്രത്യേക ഒരു സ്ഥലം ഉണ്ടെങ്കിൽ സൗകര്യമായി, അതില്ലെങ്കിൽ ഒരു സൈഡിലേക്കെങ്കിലും ഒതുക്കിയിടണം. പ്രധാന വാതിൽ തുറക്കണതിന്റെ നേരെ ചെരുപ്പ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വലിയൊരു തെറ്റാണ്. പിന്നെ നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങാൻ പോണതിന്റെ മുമ്പേ നമ്മളെ കുലദൈവത്തെ, കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇപ്പൊ എന്റെ ഭഗവതി തൂതക്കിലമ്മയാണ്. ഞാൻ എന്നും അമ്മ പറഞ്ഞു തന്നിട്ട് ഭഗവതി അമ്മയെ ദേവി എന്ന് പറഞ്ഞ് കടക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ തട്ടകത്തമ്മ അങ്ങനെ ആയാലും വേണ്ടില്ല, കുലദൈവം എന്താ വെച്ചാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നമ്മൾ മനസ്സിൽ, കാരണം അവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അവര് നമ്മളെ കാത്തു രക്ഷിച്ചും കൊണ്ടേണ്ട പെറ്റമ്മയുടെ പോലെ, പെറ്റമ്മ മക്കളെ സംരക്ഷിക്കണ പോലെ നമ്മളെ കുലദേവത നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളെ തട്ടകത്തമ്മ ഏത് ഭഗവതിയാണെങ്കിലും ഏത് ദൈവമാണെങ്കിലും നിങ്ങളത് മറക്കാതെ എന്നും പ്രാർത്ഥിച്ചിട്ട് വേണം രാത്രി കടന്നുറങ്ങാൻ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ ഉറക്കത്തിന് നമുക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരാളുണ്ടല്ലോ. ഞാൻ വിചാരിച്ചല്ലോ ദൈവത്തിനെ, നമുക്കൊരു മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. മറ്റു നമുക്കൊരു വയറ് കാളിച്ച ഒരു എന്താ പറയാ, ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ നമ്മൾ ഞെട്ടി ഉണർന്ന് പേടി സ്വപ്നം കാണുക, കണ്ടിട്ടില്ലേ? വയറിന്റെ ഉള്ളിൽ കൂടെ ഒരു കാളിച്ച, ഇതൊക്കെ ചിലവർക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് ഉറക്ക ഗുളിക കഴിച്ചാലേ ചിലവർക്ക് ഉറക്കം വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ശീലിക്കേണ്ടതാണ്. ഇനി ശീലിക്കാത്തവരെ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, നമ്മൾക്ക് തട്ടകത്തമ്മ ആരാച്ചാലും കുലദൈവം ആരാച്ചാലും നമുക്ക് വിശ്വാസം അത്രയേ ഉള്ളൂ. നമ്മൾ അവരെ ഒന്ന് പ്രാർത്ഥിക്കുക, ഭഗവതി അമ്മേ എന്നെ കാത്തോളണേ, മക്കളെ കാത്തോളണേ, എൻ്റെ വീടിനെ കാത്തോളണേ. ഭഗവതി ഉണ്ടല്ലോ എനിക്ക്, ആരും ഇല്ലാത്തോളന്നല്ല ഞാൻ. അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനെയും നമ്മളൊപ്പം കരുതണം, മറക്കരുത്. പിന്നെ അതുപോലെ നമ്മൾ കുളിക്കണ സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ ലാസ്റ്റാ പറയണത്, ഫസ്റ്റ് പറയണ്ട പോട്ടെ. അപ്പൊ നമ്മൾ കുളിക്കണ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് തലയിൽ വെള്ളം പാർന്ന്, പണ്ടൊക്കെ കുളത്തിലാട്ടോ, അപ്പൊ നമ്മൾ ആദ്യം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് സൂര്യഭഗവാൻ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം അർപ്പിച്ചിട്ട് ഭഗവാനെ സൂര്യഭഗവാനെ പറഞ്ഞ് തൊഴുകലുണ്ട്. അത് കഴിഞ്ഞാൽ തെക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് നമ്മളുടെ കുടുംബത്തിലെ അറിയാവുന്ന പിതൃക്കളൊക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മളൊരു 3 പ്രാവശ്യം കൈക്കുമ്പിളിലെടുത്ത് വെള്ളം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും മനസ്സിൽ, നമുക്ക് ആരൊക്കെ പേരറിയോ നമ്മളെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയവർ, അവരോടൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ കുറച്ച് വെള്ളം, ഞാൻ ചെയ്യണ കാര്യം കേട്ടോ, ഇതെല്ലാവരും ചെയ്യണം. അങ്ങനെ അത് കുളിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. കുളി റൂമിലാണെങ്കിൽ നമ്മൾ ശുദ്ധമായ വെള്ളം പൈപ്പ് തുറന്ന് പിടിച്ചിട്ട് അങ്ങനെ 3 പ്രാവശ്യം വെള്ളം കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അത് പിതൃക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടും സൂര്യഭഗവാന് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടും വേണം. അപ്പൊ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് തലയിലേക്ക് വെള്ളം പാരണം എന്നാണ് പറയുക. അപ്പൊ ചിലവരുടെ പൈപ്പ് തെക്ക് ഭാഗത്താണെങ്കിൽ നമ്മൾ ബക്കറ്റ് ഒന്നും കൂടി തിരിച്ചു വെച്ചിട്ട് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഒന്ന് വെള്ളം പാരാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ആയാൽ നമ്മളെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ധനവും ഒക്കെ ഒഴുകി വരും. സത്യം നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടേ, നമ്മൾ വീട്ടിലത്തെ നിലവിളക്കാവണം. നമ്മളെ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് നമ്മളെ വീട്ടിലത്തെ നിലവിളക്ക്. അപ്പോൾ സ്ത്രീകളെ ലക്ഷ്മി ദേവി സങ്കല്പമാണ് പണ്ടേ കേട്ടോ.
ദേവിയാണ് നമ്മൾ സ്ത്രീകൾ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോരണം. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും കുറച്ചെങ്കിലും അറിയണതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പിന്നെ എന്നാലും ഞാനൊരു പറയണ്ടായല്ലോ, എന്താ പറയാ, രാത്രി എന്താ ചെയ്യണ്ടേ കടന്നു കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലി വിഷ്ണു ഭഗ്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നുള്ള ഇനി അങ്ങനെ കൈ തൊട്ട് തലയിൽ വെച്ചോട് കൂടിയിട്ടേ കരസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് മിടുക്കികൾ എനിക്ക് പാദസ്പർശം എന്നല്ലേ അമ്മേ എന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് തെറ്റിയത് നമ്മളെ നാവ് കണ്ടിട്ടില്ലേ, മഹാലക്ഷ്മി വരുന്ന സരസ്വതീ ദേവിയൊക്കെ നമ്മളെ നാവുമെന്ന് വരുന്ന സമയത്ത് നമുക്ക് ചിലത് തെറ്റ് വരാറുണ്ട് അല്ലേ. അത് പറയാലോ, വാക്കിൽ പതിര്. അതാണ് എനിക്ക് സംഭവിച്ചത്, വാക്കിൽ പതിര് അത് വന്നതാണ്. അപ്പൊ എല്ലാവരും അതിനുകൂടി ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ ആ ചെറിയൊരു തെറ്റിനെ എല്ലാവരും ക്ഷമിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ എനിക്കറിയണ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.